2023 IT പരീക്ഷയിലെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. 100ഓളം ചോദ്യങ്ങളുണ്ട്. ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾ കൂടെ കടന്നു പോവുക. 100% ഇതിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. വെരി ഷോർട്ട് ആൻസർ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെൽ ബട്ടണും കൂടെ അമർത്തിയേക്കുക. കാരണം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ബാക്കിയുള്ള വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നതാണ്. മുൻ വർഷങ്ങളിലെ വീഡിയോസ് ഒക്കെ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. പ്രാക്ടിക്കൽ വീഡിയോസും പ്രാക്ടിക്കൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും വെരി ഷോർട്ട് ആൻസറിന്റെ ഉത്തരങ്ങളും ഉടൻ തന്നെ ഈ ചാനലിൽ കൂടെ ലഭ്യമാകുന്നതാണ്. അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. ടു റിമൂവ് എ ലെയർ ഇൻ ക്വാണ്ടം GIS, right click on the layer and then click on which of the following: delete, remove, move to trash, move to bin. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും QGIS-ൽ ഡിലീറ്റ് ടു മൂവ് ടു ട്രാഷ് ഒന്നും ലഭ്യമല്ല. ഉത്തരം ഓപ്ഷൻ റിമൂവ് ആണ്. Some of the tools in quantum GIS software are marked as A, B, C and D in the figure below. Which of these is the art feature tool? QGIS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത് ഓപ്ഷൻ ബി ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ആർട്ട് ഫീച്ചർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ലെയറിൽ പുതിയ സങ്കേതങ്ങൾ മാർക്ക് ചെയ്യാൻ സാധിക്കും. Which of the following language is commonly used to create web pages? CPP, Python, HTML, Scratch. ആൻസർ HTML ആണ്. വെബ് പേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് HTML ആണ്. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്നുകൂടി ഓർക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ഫുൾ ഫോം ഓഫ് HTTP in relation to the internet? HTML transmission protocol, hypertext transfer protocol, HTML transfer protocol, hypertext transmission protocol. HTTP യുടെ ഫുൾ ഫോം ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ DBMS ഇൻ ദ LibreOffice പാക്കേജ്? LibreOffice ബേസ്, മൈക്രോസോഫ്റ്റ് SQL സെർവർ, MySQL, LibreOffice ഇംപ്രസ്. ഇവിടെ DBMS എന്ന് വെച്ചാൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നതാണ് അർത്ഥമാക്കുന്നത്. അപ്പോ LibreOffice സംബന്ധമായി അല്ലെങ്കിൽ LibreOffice പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് DBMS ആയിട്ട് വർക്ക് ചെയ്യുന്നത് LibreOffice ബേസ് ആണ്. ട്യൂണിംഗ് ടെക്നിക് യൂസ്ഡ് ഇൻ അനിമേഷൻ സോഫ്റ്റ്വെയർ ഈസ് പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് മാത്തമാറ്റിക്കൽ ടെക്നിക്? സിൻഫിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പഠിക്കുന്ന പാഠത്തിൽ നൽകിയിട്ടുള്ള നോട്ടുകളിൽ ബന്ധപ്പെട്ടാണ്. അത് ഇന്റർപോളേഷൻ ആണ്. ഒരു സംശയം ഉണ്ടാക്കാനുള്ള സാധ്യത പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഓപ്ഷൻ സംശയം ഉണ്ടാക്കും. കാരണം അനിമേഷൻ വർക്ക് ചെയ്യുന്നതാണ് വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന സങ്കേതം. ഏത് മാത്തമാറ്റിക്കൽ ടെക്നിക് ഉപയോഗിച്ചാണ് അനിമേഷൻ വർക്ക് ചെയ്യുന്നത് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ട്യൂണിംഗ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഉത്തരം ഇന്റർപോളേഷൻ ആണ്. ഹൗ ലോങ് ഈസ് ദ FPS സെറ്റ് ബൈ ഡിഫോൾട്ട് ഇൻ സിൻഫിക് സ്റ്റുഡിയോ? അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ചോദ്യം എത്ര സെക്കൻഡ് ആണ് FPS ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പാരഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഉത്തരം തന്നെയാണ്. 5 സെക്കൻഡ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ്സ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു ബി ഡിസൈൻഡ് ആസ് പ്രൈമറി കീ ഇൻ ദ ഡേറ്റാബേസ് ഓഫ് ബിൽഡിംഗ്സ് ബീങ് പ്രിപ്പയർഡ് ഫോർ ദ പർപ്പസ് ഓഫ് എ പഞ്ചായത്ത്? ഓണേഴ്സ് നെയിം, ഏരിയ, ബിൽഡിംഗ് നമ്പർ, ഇയർ ഓഫ് മാനുഫാക്ചർ. ഇവിടെ ഓപ്ഷനിൽ നിന്നാണ് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇവിടെ ഓണേഴ്സ് നെയിം, ഒരേ പേരുള്ള ഒന്നിലധികം ഓണർമാരുണ്ടാവാൻ സാധ്യതയുണ്ട്. ഏരിയ, ഒരേ വലിപ്പമുള്ള ഒന്നിലധികം വീടുകളോ സ്ഥലങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിൽഡിംഗ് നമ്പർ, അത് ഒരെണ്ണം, ഒരു കെട്ടിടത്തിന് ഒരെണ്ണം മാത്രമേ ഉണ്ടാവൂ. ഇയർ ഓഫ് മാനുഫാക്ചർ, അതായത് ഒരേ വർഷത്തിൽ ഉണ്ടാക്കിയ ഒന്നിലധികം കെട്ടിടങ്ങൾ ഉണ്ടാവും. അതായത് ഒരേ ഡേറ്റ ആവർത്തിക്കുന്ന ഒന്നിലധികം വിവരങ്ങളുണ്ട്. അതിൽ ആവർത്തിക്കാത്ത ഏക ഡാറ്റ ബിൽഡിംഗ് നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ ഉത്തരം ബിൽഡിംഗ് നമ്പർ ആണ്. വിച്ച് ഡിവൈസ് ഈസ് റിക്വയർഡ് ടു നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സ്? മോഡം, TRS കണക്ടർ, RJ11 കണക്ടർ, ഹബ്. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ചെയ്യുന്ന, അതായത് ഒരു റൂമിലിരിക്കുന്ന കുറെ കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നതിന് ഹബ്ബാണ് വേണ്ടത്. അവിടെ സംശയം ഉണ്ടാക്കുന്ന ഒരു ഓപ്ഷൻ മോഡമാണ്. മോഡം ആ കമ്പ്യൂട്ടറുകൾക്ക് ഇന്റർനെറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് മോഡം. കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നതിന് ഹബ്ബാണ് യൂസ് ചെയ്യേണ്ടത്.
UTP cables are generally used to interconnect computers in a network. What is the full form of UTP cable? നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന പാഠവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഉത്തരം അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ആനിമേറ്റ് ഇമേജസ് ഡ്രോൺ ഇൻ സിൻഫിക് സ്റ്റുഡിയോ? സിൻഫിക് സ്റ്റുഡിയോയിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളെ അനിമേറ്റ് ചെയ്യുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ത്? എഡിറ്റ് അനിമേറ്റ് മോഡ് ഷുഡ് ബി ടേൺഡ് ഓൺ. എഡിറ്റ് അനിമേറ്റ് മോഡ് മസ്റ്റ് ബി ടേൺഡ് ഓഫ്. കീ ഫ്രെയിം ഷുഡ് ബി സെറ്റ്. ഫയൽ ഷുഡ് ബി റെൻഡേഡ്. ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, അനിമേറ്റ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ, എഡിറ്റ് അനിമേറ്റ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ അനിമേറ്റ് ചെയ്യാൻ സാധിക്കൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ചിത്രത്തിന്റെ സ്ഥാനം മാറ്റാൻ മാത്രമേ സാധിക്കൂ. എഡിറ്റ് അനിമേറ്റ് മോഡ് ഷുഡ് ബി ടേൺഡ് ഓൺ. ഇതാണ് ഉത്തരം. വിച്ച് കീ എനേബിൾസ് അനിമേഷൻ ഇൻ സൺബ്ലോക്ക് സോഫ്റ്റ്വെയർ? പാഠപുസ്തകം വായിച്ചവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓർത്തു വെക്കാൻ ഒരു സിമ്പിൾ സ്റ്റെപ്പ് കൂടെ പറഞ്ഞുതരാം. എന്റർ കീയുടെ, കീബോർഡിലെ എന്റർ കീയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കീ ഏതാണോ അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അനിമേറ്റ് മോഡ് ഓൺ ആക്കാൻ സിംഗിൾ ഇൻവെർട്ടർ കോമയും ഡബിൾ ഇൻവെർട്ടർ കോമയും വരുന്ന കീ ആണ് ഉപയോഗിക്കേണ്ടത്. വാട്ട് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് പ്രോജക്ട് ഫയൽസ് ഇൻ ക്വാണ്ടം GIS? QGIS എന്ന് പറയുന്ന മാപ്പിനെ കുറിച്ച് പഠിക്കുന്ന പാഠവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഉത്തരം .QGS എന്നാണ്. സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ മറ്റ് പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് QSG എന്ന് തന്നിട്ടുണ്ട്. ഉത്തരം QGS ആണ്. .QGS ആണ്. അവിടെ പിന്നെയും സംശയം ഉണ്ടാക്കുന്ന .SHP ഉണ്ട്. അതായത് നമ്മളൊരു പുതിയ ലെയർ അതിൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലെയറിന്റെ എക്സ്റ്റൻഷൻ ആണ് .SHP. IP address are assigned to computers on a network according to which of these following protocols? Server protocol, TCP or IP, IPv8 protocol, domain address. The answer is TCP or IP, Transfer Control Protocol or Internet Protocol. What type of cable is seen in the picture? താഴെ കാണുന്ന കേബിൾ എന്ത് കേബിൾ ആണ് എന്നാണ് ചോദ്യം. മുൻ വർഷങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. UTP കേബിൾ ആണ്. UTP കേബിളുമായിട്ട് റിലേറ്റ് ചെയ്ത് മുമ്പൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. UTPയുടെ ഫുൾ ഫോം എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ള ഒരു കാര്യം, UTP കേബിളുകളിൽ 8 കേബിളുകൾ ഉണ്ടാവും. 8 കേബിളുകളിൽ 2 എണ്ണം വീതം ജോഡിയായിട്ട് പിരിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ സെറ്റില് ബ്ലൂവും വൈറ്റും ചേർന്നൊരു കേബിൾ ഉണ്ട്. ബ്ലൂ വൈറ്റ്, ഓറഞ്ച് വൈറ്റ്, ബ്രൗൺ വൈറ്റ്, ഗ്രീൻ വൈറ്റ്. അപ്പോ ഇതില് വാട്ട് ടൈപ്പ് ഓഫ് കേബിൾ ഈസ് സീൻ ഇൻ ദ പിക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം UTP കേബിൾ ആണ്. ഇതിൽ എത്ര വയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 8 വയേഴ്സ് ആണ്. എത്ര പെയർ ഓഫ് വയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 4 പെയർ ആണ്. അപ്പൊ UTP കേബിളുമായിട്ട് ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളും ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉത്തരം UTP കേബിൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് ഇമെയിൽ സർവീസ് പ്രൊവൈഡേഴ്സ്? www.gmail.com, www.youtube.com, www.yahoo.co.in, www.hotmail.com. അതിൽ യൂട്യൂബ് ആണ് ഇമെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാത്തത്. ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇമെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനങ്ങളാണ്. What is the common name for the first frame and the last frame of the frames given to complete the animation by tuning technique in Synfig Studio? Synfig Tune, Synfig Frames, Keyframes and Tune Frames. Answer കീ ഫ്രെയിംസ് ആണ്. അതായത് ട്യൂണിംഗ് സംവിധാനത്തിൽ തുടക്കത്തിൽ ഒരു നക്ഷത്രം വരയ്ക്കുന്ന ചിത്രമൊക്കെ അല്ലെങ്കിൽ നക്ഷത്രം വരയ്ക്കുന്ന അനിമേഷനൊക്കെ നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ പൊസിഷനിൽ നക്ഷത്രത്തിന്റെ സ്ഥാനവും അവസാനത്തെ പൊസിഷനിൽ നക്ഷത്രത്തിന്റെ സ്ഥാനവുമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിനിടയ്ക്കുള്ള ഫ്രെയിമുകൾ സ്വയം സോഫ്റ്റ്വെയർ വരച്ചു ചേർക്കുന്നതിനാണ് ട്യൂണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കീ ഫ്രെയിംസ് സെറ്റ് ചെയ്താലാണ് ട്യൂണിംഗ് സംവിധാനം പ്രാവർത്തികമാകുന്നത്. Statements used to repeatedly execute instructions in Python program are known by what name? From turtle import, loop statements, forward 100 for I in range 3. From turtle import എന്നുള്ള നിർദ്ദേശം നമുക്ക് ഒരു ഗ്രാഫിക് അനിമേഷൻ, അതായത് പൈത്തൺ ഉപയോഗിച്ച് ഒരു ഗ്രാഫിക് അനിമേഷൻ തയ്യാറാക്കാൻ ഉപയോഗിക്കുമ്പോഴുള്ള ആദ്യത്തെ നിർദ്ദേശമാണ്. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായ ഉത്തരം.
ഫോർവേഡ് 100 നോക്കിക്കഴിഞ്ഞാൽ 100 വലിപ്പമുള്ള ഒരു വര തയ്യാറാക്കുന്നതിനുള്ളതാണ്. ഫോർ ഐ ഇൻ റേഞ്ച് 3 എന്നത് അതിനുശേഷമുള്ള നിർദ്ദേശത്തെ 3 തവണ ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഉത്തരം ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. The figure shows a Python graphics program for making patterns using squares. How many squares will be obtained by running this program? From Turtle Import, color red, blue, pen size 3, begin fill, for I in range 6, left 60, for J in range 4, left 90, forward 100, end fill. അപ്പൊ ആ പ്രോഗ്രാമാണ് കൃത്യമായി നോക്കി മനസ്സിലാക്കേണ്ടത്. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ജാലകം തുറന്നു വരുന്നതിനുള്ള നിർദ്ദേശമാണ്. കളർ റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വര നീല നിറത്തിലും ബ്ലൂ എന്നത് അതിന്റെ ഫില്ലുമാണ്, അതിൽ ഉള്ളിൽ നിറയ്ക്കാനുള്ള നിറവാണ്. പെൻ സൈസ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കുന്ന വരയുടെ കട്ടിയാണ് 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബിഗിൻ ഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ എന്ന് പറയുന്ന നിറം നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് ബിഗിൻ ഫിൽ. ഫോർ ഐ ഇൻ റേഞ്ച് 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ 6 തവണ ആവർത്തിക്കണം. ലെഫ്റ്റ് 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടർട്ടില് 60 ഡിഗ്രി ഇടത്തേക്ക് തിരിയണം. അതായത് ഒരു പോയിന്റിന് ചുറ്റിയുള്ള മൊത്തം കോണളവ് 360 ഡിഗ്രി ആണെന്നും അത് 60 ഡിഗ്രി തിരിയണം എന്ന നിർദ്ദേശം കൊണ്ട് 360നെ 60 കൊണ്ട് ഹരിക്കുമ്പോൾ 6 എന്നും കിട്ടുമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഫോർ ജെ ഇൻ റേഞ്ച് 4, ലെഫ്റ്റ് 90, ഫോർവേഡ് 100. ഈ 3 നിർദ്ദേശവും ഒരു സ്ക്വയർ വരയ്ക്കുന്നതിനുള്ള നിർദ്ദേശമാണ്. എൻഡ് ഫിൽ. അപ്പോൾ ഈ ചിത്രത്തിന്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നിർദ്ദേശം, അതായത് ഫോർ ജെ ഇൻ റേഞ്ച് 4, ലെഫ്റ്റ് 90, ഫോർവേഡ് 100. ആ നിർദ്ദേശം ഒരു സ്ക്വയർ വരയ്ക്കുന്നതിനും ആ സ്ക്വയർ വരയ്ക്കുന്ന നിർദ്ദേശം ഫോർ ഐ ഇൻ റേഞ്ച് 6 6 തവണ ആവർത്തിക്കണം. ലെഫ്റ്റ് 60 കൂടെ വെച്ചുകൊണ്ട് ആവർത്തിക്കുമ്പോൾ 6 തവണ ആവർത്തിക്കുമ്പോൾ ലെഫ്റ്റ് 60 ഡിഗ്രി ആയതിനാൽ നമുക്കിത് 360/60 6 ഉത്തരം എന്ന് കാണാം. Question: What is DHCP? A technique for converting digital signals into analog signal. Wrong answer: self-providing IP address technology. അതാണ് ശരിയായ ഉത്തരം. ടെക്നോളജി ഫോർ അസൈനിങ് എ പെർമനന്റ് IP അഡ്രസ്, വയർലെസ് നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ടെക്നോളജി. ഉത്തരം self-providing IP address technology. Below is a picture of an activity the teacher did while teaching a lesson on computer networks. ചിത്രം നോക്കി കഴിഞ്ഞാൽ കണക്ട് ടു സെർവർ SSH 192.168.1.223. As part of which of the following activities could the teacher have typed SSH://192.168.1.223 to change the computer's IP address, to fix IP address 192.168.1.223, to connect the computer to the internet, to copy files from a computer with an IP address of 192.168.1.223. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാക്കും. കണക്ട് ടു സെർവർ, അതായത് ആ സെർവറിലേക്ക് കണക്ട് ചെയ്യൂ എന്നാണ് നമ്മുടെ റിക്വസ്റ്റ്. അപ്പൊ ആ സെർവറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിലുള്ള ഫയലുകൾ കോപ്പി ചെയ്യാം. ഉത്തരം to copy files from a computer with an IP address of 192.168.1.223. A file containing cascading style intended for use on multiple web pages should be saved in which of these following formats? Cascading style file. ഉത്തരം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ODT എന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ODT എന്നത് ടെക്സ്റ്റ് ഫയൽ, ലിബർ ഓഫീസ് റൈറ്ററിൽ ടെക്സ്റ്റ് ഫയൽ തയ്യാറാക്കാനുള്ള ഫോർമാറ്റ് ആണ്. HTML വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെബ് പേജ് തയ്യാറാക്കാനുള്ള ലാംഗ്വേജ് ആണ്. MP3 എന്നത് ഓഡിയോ ഫയലിന്റെ ഫോർമാറ്റ് ആണ്. ഉത്തരം CSS ആണ്. Which of the following is YCWig HTML editor with open source license? YCWig എന്ന് വെച്ച് കഴിഞ്ഞാൽ what you see is what you get എന്നാണ് ഫുൾ ഫോം. അതായത് നമുക്ക് കോഡിങ് അറിയില്ല എങ്കിൽ നമുക്ക് കുറച്ച് ബട്ടണുകൾ മാർക്ക് ചെയ്ത്, കുറച്ച് ടൂളുകൾ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് വെബ് പേജ് തയ്യാറാക്കാനോ പ്രോഗ്രാം ചെയ്യാനോ ഒക്കെ സഹായിക്കുന്ന സംവിധാനങ്ങളാണ് YCWig എന്ന് പറയുന്നത്. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഉത്തരങ്ങളിലോട്ട് പോവാം. ബ്ലൂ ഗ്രിഫോൺ, സിൻഫിക് സ്റ്റുഡിയോ, ലിബ്ര ഓഫീസ് ഇംപ്രസ്, സൺഗ്ലോക്ക്. അതിൽ സൺഗ്ലോക്ക് മാപ്പ് റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ്. ലിബ്ര ഓഫീസ് ഇംപ്രസ് ആവട്ടെ ഗ്രാഫിക്സ് തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ്.
സിൻഫിക് സ്റ്റുഡിയോ ഒരു 2D അനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോ ആ 3 ഓപ്ഷനും അല്ലാത്തതിനാൽ നമുക്ക് കേട്ടിട്ടില്ല എങ്കിൽ പോലും ആ വാചകത്തിലേക്ക് ആ ഉത്തരത്തിലോട്ട് നമുക്ക് എത്താം. ബ്ലൂ ഗ്രിഫോൺ ആണ് ഉത്തരം. സം പാർട്ട് ഓഫ് ദി ടൂൾ ബാർ ഇൻ LibreOffice റൈറ്റർ ആർ മാർക്ക്ഡ് ഇൻ ദ ഫിഗർ. വേർ ഈസ് ദ ഫെസിലിറ്റി അവൈലബിൾ ടു ഡിഫൈൻ എ വേർഡ് ഓർ ഫ്രേസ് ആസ് എ ഹെഡിങ്? LibreOffice റൈറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ ടെക്സ്റ്റ് മാറ്റുന്നതിനുള്ള ടൂളാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ക്ലോൺ ടൂളാണ്. നാലാമത്തെ ഓപ്ഷൻ ടെക്സ്റ്റ് ബോൾഡ് ആക്കാനും ഇറ്റാലിക്സ് ആക്കാനും അണ്ടർലൈൻ നൽകാനുള്ള ടൂളാണ്. ഉത്തരം വേർ മാർക്ക്ഡ് ആസ് 1. അത് ഡിഫോൾട്ട് സ്റ്റൈൽ അഥവാ അപ്ലൈ സ്റ്റൈൽ ബോക്സ് തുറന്നു വരുന്നതിന് വേണ്ടിയുള്ള ആ ഏരിയ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ഇൻസേർട്ട് ആൻ ഇമേജ് stored on a computer into a document created in Inkscape software? File open, file new, file import, file export. ഉത്തരം ഫയൽ ഇമ്പോർട്ട് ആണ്. ചോദ്യം മറക്കരുത്. ഇങ്ക്സ്കേപ്പിലാണെങ്കിലും സിൻഫിക് സ്റ്റുഡിയോയിലാണെങ്കിലും ചിത്രം ചേർക്കാൻ ഫയൽ മെനുവിലെ ഇമ്പോർട്ട് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. To vary the intensity of a color assigned to objects in Inkscape software, just change the blur in the fill and stroke window. Just change the width value in the fill and stroke window. Just change the amount of opacity in the fill and stroke window. Just use the radial gradient technique from the fill and stroke window. ഇത് നമ്മള് ഇങ്ക്സ്കേപ്പില് കപ്പും സോസറും വരച്ച സമയത്ത് ആ ചായയുടെ മുകളിൽ നീരാവി പറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള സംവിധാനമായിരുന്നു. ഓപ്ഷൻ ജസ്റ്റ് ചേഞ്ച് ദ എമൗണ്ട് ഓഫ് ഒപ്പാസിറ്റി ഇൻ ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾസ് അലൗസ് യു ടു ഇൻസേർട്ട് ടെക്സ്റ്റ് ഇൻ സിൻഫിക് സ്റ്റുഡിയോ? സിൻഫിക് സ്റ്റുഡിയോയിലെ ഒരു ടൂൾ ബാർ ആണ് തന്നിരിക്കുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും മനസ്സിലാവും. എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ടൂളാണ് നമുക്ക് ടെക്സ്റ്റ് ചേർക്കുന്നതിനുള്ള. അത് ജിംബിലാണെങ്കിലും ഇതേ ടൂൾ തന്നെയാണ്. ഉത്തരം ആ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ടൂളാണ്. വിച്ച് ഫയൽ ഫോർമാറ്റ് cannot be used to render animations created in Synfig Studio as video files? വീഡിയോ ഫയൽസ് ആയിട്ട് സിൻഫിക് സ്റ്റുഡിയോയിൽ നിന്ന് റെൻഡർ ചെയ്യാൻ പറ്റാത്ത ഫോർമാറ്റ് ഏത്? DV, MPEG, FLV, SVG. അതിലുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ SVG എന്നത് നമുക്ക് ചിത്ര ഫയലാണെന്നും അത് ഇങ്ക്സ്കേപ്പ് ഒക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വെക്ടർ ഇമേജ് ആണെന്നും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പൊ വീഡിയോ ആണ് തയ്യാറാക്കേണ്ടത്. വീഡിയോ ഒരു ഫോർമാറ്റ് അല്ലാതിരിക്കേണ്ടത് SVG ആണ്. ഫിഗർ ഷോസ് ദ വിൻഡോ ദാറ്റ് അപ്പിയേഴ്സ് വെൻ ക്രിയേറ്റിംഗ് എ ഡാറ്റാബേസ് യൂസിംഗ് LibreOffice ബേസ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക് ഇൻ റെഡ്? ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മുകളിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. അവിടെ ഡാറ്റാബേസ് എന്ന് കാണാം. ഉത്തരം ഡാറ്റാബേസ് പാനലാണ്. Which is the complete form of MySQL, a query language that interacts with a database? My structural query language, my straight query language, my structured query language, my system query language. ഇത് കാണാതെ പഠിക്കേണ്ടുന്ന ഓപ്ഷനുകൾ ഒന്നാണ് മൈ സ്ട്രക്ചറൽ ക്വറി ലാംഗ്വേജ് എന്നാണ് MySQLന്റെ പൂർണ്ണ രൂപം. വിച്ച് വൺ ഈസ് ദ ഫ്രീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം? ഇത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ട്വിറ്റർ, ഡയസ്പൊറ, വാട്സപ്പ്, ഫേസ്ബുക്ക്. ഇതിൽ ട്വിറ്ററും വാട്സപ്പും ഫേസ്ബുക്കും ഫ്രീ ആണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അതിൽ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരിക്കലും നമുക്ക് ഫ്രീ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉത്തരം ഡയസ്പൊറയാണ് ഫ്രീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ബാക്കിയുള്ളതൊക്കെ പ്രൊപ്രൈറ്ററി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. അതായത് ഒരു ഉടമസ്ഥനുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. കൺഫ്യൂഷൻ ആ ചോദ്യത്തിൽ ഉണ്ടാവരുത്. Which statement is correct regarding pixels in an image of size 100 into 30 pixels? 100 into 30 കണ്ടാൽ തന്നെ മനസ്സിലാവും. 100 x-ആക്സിസിലും 30 y-ആക്സിസിലും. So the answer, the x-axis will have 1000 pixels and the y-axis will have 300 pixels. Wrong answer. The x-axis will have 1000 pixels and the y-axis will have 3000 pixels. Wrong answer. The x-axis will have 100 pixels and the y-axis will have 300 pixels. Wrong answer. The correct answer is the x-axis will have 100 pixels and the y-axis will have 30 pixels.
After drawing a circle using the circle tool in Inkscape software, if you enter 270 in the start field, 0.000 in the end field, as shown in the figure, which of the following image will be obtained? അതായത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ സ്റ്റാർട്ട് വാല്യൂ 270യും എൻഡ് വാല്യൂ 0 ആയിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? സ്റ്റാർട്ട് വാല്യൂ 270യും എൻഡ് വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ഒരു 90 ഡിഗ്രിയെ ബാക്കിയുള്ളൂ. അതായത് ടോട്ടൽ 360യിൽ നിന്ന് 270 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 90 കിട്ടും. അപ്പോൾ 90 ഡിഗ്രി വരുന്ന ഒരു സർക്കിളിന്റെ പോർഷൻ ആണ് നമുക്ക് സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി വരുന്ന സർക്കിളിന്റെ പോർഷൻ ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഫൈൻഡ് ആൻ എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫ്രം ദ ഫോളോയിങ്: ലിബ്രിയോഫീസ് റൈറ്റർ, വിൻഡോസ് 10, ഫ്രീ BSD, ആൻഡ്രോയിഡ്. അതിൽ വിൻഡോസ് 10, ഫ്രീ BSD, ആൻഡ്രോയിഡ് ഇവയെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. ഉത്തരം ലിബ്രിയോഫീസ് റൈറ്റർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫയൽ സിസ്റ്റം ഈസ് കോമൺലി യൂസ്ഡ് ടു ഇൻസ്റ്റാൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? NTFS, FAT32, ext4, HPFS. അതിൽ NTFSഉം FAT32ഉം വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള ഫയൽ സിസ്റ്റങ്ങളാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്ന പാഠവുമായിട്ട് ബന്ധപ്പെട്ട തിയറി ചോദ്യമാണ്. പാഠപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കിട്ടും. ഇപ്പൊ ഉത്തരം NTFSഉം FAT32 അല്ല, കാരണം അത് രണ്ടും വിൻഡോസുമായിട്ട് റിലേറ്റഡ് ആണ്. HPFS മാക്കിൻടോഷുമായിട്ട് ബന്ധപ്പെട്ട ഫോർമാറ്റ് ആണ്. ext4 or ext3 ആണ് ശരിയായ ഉത്തരം. ഇപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ext4 ആണ് ശരിയായ ഉത്തരം. Which of the following is a tag used in HTML to define character types in web page? Font, image, body, HTML. സ്വാഭാവികമായിട്ട് ഉത്തരം ഫോണ്ട് ആണ്. ഫോണ്ട് ഉപയോഗിച്ചിട്ടാണ് അതിലെ ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. The picture shows the cascading style created to create a web page. When these styles are used on a web page, what typeface will the paragraph get? ആ കാസ്കേഡിംഗ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റൈല് ഏറ്റവും താഴെയായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. H1 എന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹെഡിങ് 1 ആണ്. ഫോണ്ട് ഫാമിലി ബിറ്റ്സ്ട്രീം ചാർട്ടർ ആണ്. കളർ ബ്ലൂ ആണ്. അതായത് ഫോണ്ടിനുള്ള നിറം ബിറ്റ്സ്ട്രീം ചാർട്ടറും കളർ ബ്ലൂ ആണ്. അത് ഹെഡിങ് ആയിട്ട് നൽകിയിരിക്കുന്നതിന്. P എന്നതാണ് പാരഗ്രാഫിനുള്ള നിർദ്ദേശം. അവിടെ ഫോണ്ട് ഫാമിലി വെർദാനയാണ് നൽകിയിട്ടുള്ളത്. കളർ ഗ്രീൻ ആണ്. സോ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ടൈപ്പ് ഫേസ് വിൽ ദ പാരഗ്രാഫ് ഗെറ്റ്, അതായത് ഏത് ഫോണ്ടിലായിരിക്കും പാരഗ്രാഫുകൾ വരുന്നത്. ഓപ്ഷൻ പാരഗ്രാഫിന്റെ ഫോണ്ട് ഫാമിലി വെർദാന ആയതിനാൽ ഉത്തരം ബിറ്റ്സ്ട്രീം ചാർട്ടർ അല്ല, ലിബറേഷൻ സാൻസ് അല്ല, ദെജാവു സാൻസ് അല്ല, വെർദാനയാണ് ഉത്തരം. DHCP is a technology related to computer networking. What is the full form? Direct Host Control Protocol, Direct Host Control Port, Dynamic Host Configuration Protocol, Dynamic Host Configuration Port. ഉത്തരം Dynamic Host Configuration Protocol ആണ്. When creating a graphic programs using Python language, what should be included at the beginning of this program? നമുക്ക് പ്രാക്ടിക്കലിലൊക്കെ ചെയ്ത് പഠിച്ചിട്ടുള്ള ഉറപ്പായിട്ട് നമുക്കറിയാം ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രം സ്റ്റാർ ഇമ്പോർട്ട് ടർട്ടിൽ, ടർട്ടിൽ ഇമ്പോർട്ട് ആള്, ഇമ്പോർട്ട് ടർട്ടിൽ ആള്, ഇതൊക്കെ റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ആണ് ശരിയായ ഉത്തരം. Which of the following will be the output of the Python graphics program given in the figure? From turtle import star ഒരു പുതിയ ഗ്രാഫിക്സ് വിൻഡോ ഓപ്പൺ ആവാൻ പെൻ സൈസ് 10, വരയ്ക്കുന്ന വരയുടെ വലിപ്പം 10 ആകാൻ പെൻ കളർ ബ്ലൂ, നീല നിറത്തിലാണ് വര വരേണ്ടത്. ബിഗിൻ ഫിൽ, കളർ ഡിഫൈൻ ചെയ്യാത്തതിനാൽ അവിടെ കറുത്ത നിറമായിരിക്കും ഫിൽ ചെയ്യുന്നത്. ഫോർ ഐ ഇൻ റേഞ്ച് 6, 6 തവണ ഇനിയുള്ള നിർദ്ദേശം ആവർത്തിക്കണം. ഫോർവേഡ് 30, 30 നീളമുള്ള വര, റൈറ്റ് 60. ഇപ്പോ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് കൊടുക്കുന്ന ആംഗിള് റൈറ്റ് 60 എന്നുള്ള നിർദ്ദേശത്തിൽ കൊടുക്കുന്ന ആംഗിൾ അത് ഔട്ടർ ആംഗിൾ ആണ്. ഏത് പോളിഗണിനാണോ ഔട്ടർ ആംഗിൾ 60 ഡിഗ്രി വരുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഔട്ടർ ആംഗിൾ 60 ഡിഗ്രി, ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിൾ തമ്മിലുള്ള ബന്ധം ദേ ആർ ലീനിയർ പെയർസ്. സോ ഔട്ടർ ആംഗിൾ 60 ഡിഗ്രി വരുമ്പോൾ ഇന്നർ ആംഗിൾ 120 ഡിഗ്രി വരും. അപ്പോ ഉണ്ടാകുന്നത് ഹെക്സഗൺ ആണ്, 6 വശമുള്ള ബഹുഭുജമാണ്. അപ്പൊ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉത്തരത്തിലെല്ലാം ഹെക്സഗൺ ആണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളതാണ് സംശയം.
ഒന്നുകൂടെ പ്രോഗ്രാം നോക്കി കഴിഞ്ഞാൽ പെൻ കളർ മാത്രമേ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. പെൻ കളർ ബ്ലൂ ആണ്. ബിഗിൻ ഫില്ലും കൂടെ കൊടുത്തിട്ടുണ്ട്, എൻഡ് ഫില്ലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിറം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ കളർ അവിടെ നിർദ്ദേശം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നീല നിറത്തിൽ വര വേണം, നിറം എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ ഓപ്ഷൻ എ അല്ല, കാരണം ഓപ്ഷൻ എയുടെ ബോർഡറിലുള്ള വര കറുത്ത നിറമാണ്, അതല്ല ഉത്തരം. ഓപ്ഷൻ ബി മൊത്തത്തിൽ കറുപ്പാണ്, അതും അല്ല ഉത്തരം, കാരണം വരയ്ക്ക് നമുക്ക് വേണ്ടത് നീല നിറമാണ്. ഓപ്ഷൻ സി നോക്കി കഴിഞ്ഞാൽ അവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത് നീല നിറമാണ്, വരയും നീല നിറമാണ്, ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് നീല നിറമാണ്, അതും അല്ല ഉത്തരം. ഓപ്ഷൻ ഡി ആണെങ്കിൽ വര നീല നിറത്തിലും ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് കറുത്ത നിറത്തിലുമാണ്. കാരണം ബിഗിൻ ഫില്ല് കൊടുത്ത് നിറം നിറയ്ക്കാൻ ആവശ്യപ്പെട്ട് കളർ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ഹാസ് മെയിൽ മെർജ് ഫീച്ചർ? മെയിൽ മെർജ് ഫീച്ചർ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ലിബ്രെ ഓഫീസ് റൈറ്റർ ആണ്. ഐഡിയലി ലിബ്രെ ഓഫീസ് റൈറ്റർ, സൺഗ്ലോക്ക്, സിൻഫിക് സ്റ്റുഡിയോ. ഇതിൽ നിന്നും ലിബ്രെ ഓഫീസ് റൈറ്റർ ആണ് ശരി ഉത്തരം എന്ന് മനസ്സിലാക്കാം. ബാക്കിയുള്ള സോഫ്റ്റ്വെയറുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർ അല്ല എന്ന് മനസ്സിലാക്കാം. മെയിൽ മെർജ് ഫീച്ചർ ഇൻ ലിബ്രെ ഓഫീസ് റൈറ്റർ ക്യാൻ ബി യൂസ്ഡ് in which of these following situations? Context 1. Prepare letter to class PTA with each parent's name separately. Context 2. Prepare certificates for winners of school art festival. Context 1. Context 2. Can be used in both cases. Cannot be used in both cases. ഉത്തരം ആ രണ്ട് കോണ്ടെക്സ്റ്റിലും നമുക്ക്, അതായത് ഓരോ പേരന്റിനും പ്രത്യേകം ലെറ്റർ തയ്യാറാക്കാനും കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാനും നമുക്ക് ലിബ്രെ ഓഫീസ് റൈറ്ററിലെ മെയിൽ മെർജ് ഉപയോഗിക്കാം. ഉത്തരം ക്യാൻ ബി യൂസ്ഡ് ഇൻ ബോത്ത് കേസസ്. വാട്ട് ഷുഡ് ബി ദ ലെയർ ടൈപ്പ് ഓഫ് ദ ലെയർ ദാറ്റ് ആഡ്സ് ദ ഇൻഫർമേഷൻ ഓഫ് ലേക്സ് ഇൻ എ റിസോഴ്സ് മാപ്പ് പ്രിപ്പയർഡ് ഇൻ QGIS സോഫ്റ്റ്വെയർ? ഇവിടെ QGIS സോഫ്റ്റ്വെയറിൽ ഒരു ലേക്ക് മാർക്ക് ചെയ്യണം, ഒരു തടാകം മാർക്ക് ചെയ്യണം. തടാകത്തിന് ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം. അതുകൊണ്ട് പോയിന്റ് അല്ല, പോയിന്റ് സാധാരണ കെട്ടിടങ്ങളെയും വീടുകളെയൊക്കെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ സ്കൂളിനെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. സർക്കിൾ എന്നത് നമ്മുടെ ഓപ്ഷനിൽ പെട്ടതല്ല. പോയിന്റ്, ലൈൻ, പോളിഗൺ, ഇത് മൂന്നുമാണ് അതിലുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പൊ സർക്കിൾ അല്ല, ലൈൻ അല്ല. ലൈൻ, റോഡ്, റിവർ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാർക്ക് ചെയ്യുന്നതിനാണ് ലൈൻ ഉപയോഗിക്കുന്നത്. പോളിഗൺ ആണ് ശരിയായ ഉത്തരം. എ വിൻഡോ ഈസ് പ്രൊവൈഡഡ് ടു ആഡ് വെൽ ഇൻഫർമേഷൻ ടു എ മാപ്പ് യൂസിംഗ് ക്വാണ്ടം GIS ടു ക്രിയേറ്റ് എ ന്യൂ ലെയർ. വാട്ട് ഈസ് ദ ആക്ഷൻ സീക്വൻസ് ടു ഓപ്പൺ ദിസ് വിൻഡോ? അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് വെല്ലാണ്. QGISൽ വെല്ലാണ് മാർക്ക് ചെയ്യേണ്ടത്. തൊട്ട് മുകളിലത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ടൈപ്പ്, പോയിന്റ്, ലൈൻ, പോളിഗൺ, ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പോയിന്റിലാണ് നമുക്ക് വെല്ല് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാനുള്ള വിൻഡോ, അതായത് ഒരു പുതിയ വെല്ല് ലെയർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്നുള്ളതാണ് ഉത്തരം. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂ സാപ്റ്റിയ ലൈറ്റ്, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ, ക്രിയേറ്റ് ലെയറിലാണ് ന്യൂ ഷേപ്പ് ഫയൽ ലെയർ കൊടുത്തേക്കുന്നത്, ന്യൂ ലെയറിൽ കൊടുത്തേക്കുന്നത്. ഉത്തരം ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനാണ് ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ IDE that helps you can create and run programs using the Python language? ഇവിടെ ജീനി വലിയ പരിചയമില്ലാത്ത സോഫ്റ്റ്വെയർ ആയതിനാൽ, അല്ലെങ്കിൽ പരിചയമില്ലാത്ത സങ്കേതം ആയതിനാൽ നമുക്ക് ഓപ്ഷനിൽ നിന്നും റിവേഴ്സ് വരാം. ലാസ്റ്റ് ഓപ്ഷൻ സിൻഫിക് സ്റ്റുഡിയോ അനിമേഷൻ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ലിബ്രെ ഓഫീസ് ഇംപ്രസ് ചിത്രം വരയ്ക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ജിംബ് എന്നതും ചിത്രം വരയ്ക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. സോ അത് മൂന്നും അല്ലാത്തതിനാൽ ഉത്തരം ജീനി ആണെന്ന് മനസ്സിലാക്കാം. Which of this following will be the output obtained by running the Python graphics program given in the figure? From Turtlebot, pen size 10, pen color green, begin fill, circle 30, end fill. ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഫ്രം Turtlebot ഗ്രാഫിക്സിന്റെ തുറക്കാൻ പെൻ സൈസ് 10 വലിപ്പമുള്ള വരയാണ് വരയ്ക്കേണ്ടത്. പെൻ കളർ ഗ്രീൻ, വരയ്ക്കുന്ന വരയുടെ നിറം ഗ്രീൻ ആണ്. ബിഗിൻ ഫിൽ, അതായത് നിറം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നിറം മുകളിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല, അപ്പോൾ കറുത്ത നിറമായിരിക്കും ഫിൽ ചെയ്യുന്നത്. സർക്കിൾ 30 അളവുള്ള വൃത്തമായിരിക്കും വരേണ്ടത്. എൻഡ് ഫിൽ. അപ്പം ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷനിൽ കറുത്ത വരയും ഉള്ളില് പച്ച നിറവും തെറ്റായ ഓപ്ഷനാണ്. കാരണം നമുക്ക് ഉള്ളിലുള്ള നിറമാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാത്തത്. സോ അവിടെ അല്ല, അതല്ല. ബി ഓപ്ഷനിലും എന്താണ്, മൊത്തം കറുപ്പാണ്, വര നമുക്ക് വേണ്ടത് പച്ച നിറമാണ്. ഓപ്ഷൻ സി നോക്കി കഴിഞ്ഞാൽ വര പച്ച നിറവും ഉള്ളിൽ കറുപ്പുമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി മൊത്തത്തിൽ പച്ച നിറമാണ്. അപ്പൊ ഓപ്ഷൻ ഡിയും അല്ല. ദ ഫിഗർ ഷോസ് എ ഡിവൈസ് യൂസ്ഡ് ടു നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ്?
താഴെ തന്നിരിക്കുന്നത് ഒരു ഡിവൈസ് ആണ്. ആ ഡിവൈസ് കമ്പ്യൂട്ടറുകളെ നെറ്റ്വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. ചിത്രം പുസ്തകത്തിൽ തന്നെ തന്നിട്ടുള്ളതാണ്. നെറ്റ്വർക്ക് പ്രിന്റർ അല്ല, RJ45 കണക്ടർ അല്ല, RJ11 കണക്ടർ അല്ല. ഉത്തരം ഹബ്ബാണിത്. അതായത് എല്ലാ കമ്പ്യൂട്ടറിൽ നിന്നും കണക്ഷൻസ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാനും കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഉത്തരം ഹബ്ബ്. The picture shows the cascading style created to create a web page. When these styles are used on a web page, what color will the paragraph get? പാരഗ്രാഫിന് എന്ത് കളർ ആയിരിക്കും കിട്ടുക? ഇതേ മോഡലുള്ള നേരത്തെ ഒരു ചോദ്യം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ H1 എന്ന് പറയുന്നത് ഹെഡിങ് ആയതിനാൽ ഹെഡിങ്ങിന് നമുക്ക് ബാധകമല്ല. Pക്ക് നൽകിയിട്ടുള്ള കളർ ഗ്രീൻ ആണ്. സോ ഉത്തരം പാരഗ്രാഫിനുള്ള ടാഗ് P ആണ്. ഉത്തരം ഗ്രീൻ ആണ്. The picture shows the cascading style created to create a web page. When these styles are used on a web page, what background color does it get? ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിരിക്കും എന്നാണ് ചോദ്യം. കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പരിശോധിക്കാം. ഇവിടെ ബോഡി ബാക്ക്ഗ്രൗണ്ട് ഓറഞ്ച് എന്നും ഹെഡിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് റെഡ് എന്നും കളർ ബ്ലൂ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹെഡിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് റെഡ്, ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നൽകിയിരിക്കുന്നത് ഓറഞ്ച് ആണ്. ഉത്തരം ഓറഞ്ച് ആണ്. റെഡ് ഹെഡിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്, ബാക്കി ബ്ലൂ എന്നത് ആ ടെക്സ്റ്റിന്റെ കളറാണ് കൊടുത്തിരിക്കുന്നത്, വൈറ്റും അല്ല. ഉത്തരം ഓറഞ്ച് ആണ്. വാട്ട് ഈസ് ദ നെയിം given to the process of placing website on a server computer? Phishing, bullying, hosting, formatting. ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു സൈബർ ക്രൈം ആണ്. ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സൈബർ ക്രൈം ആണ്. ഹോസ്റ്റിംഗ് ആണ് ശരിയായ ഉത്തരം. ഫോർമാറ്റിംഗ് നമുക്ക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പാർട്ടീഷനൊക്കെ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന സങ്കേതമാണ്. ഉത്തരം ഹോസ്റ്റിംഗ് ആണ്. What is the command to find the IP address of the website www.google.com? IP www.google.com, host www.google.com, server www.google.com, terminal www.google.com. ഇതും പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു നോട്ട് തന്നെയാണ്. ഉത്തരം ഹോസ്റ്റ് www.google.com. IP addresses can assign to a computer on a network according to which of these following protocols? ഇതും ടെക്സ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെർവർ പ്രോട്ടോകോൾ, TCP or IP, IPv8 protocol, domain address. The answer is TCP or IP means transfer control protocol or internet protocol. How many tables can be created in a database? Answer 2, 5, 10, several. Answer is several. We can create several tables in a database. Which website is used to share a movie we made on the internet? തന്നിരിക്കുന്നതിൽ ഇന്റർനെറ്റിലോട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മൂവി ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ഏത്? irctc.co.in എന്നത് റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റ് ആണ്. വിക്കിമാപ്പിയ ചിത്രങ്ങൾ മാർക്ക് ചെയ്യുന്നതിനുള്ള, അതായത് നമ്മുടെ ഭൂപടങ്ങൾ മാർക്ക് ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റ് ആണ്. ബേർഡ്സ് ഓഫ് ഇന്ത്യ പേര് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യയിലെ പക്ഷികളെ കുറിച്ചുള്ള വെബ്സൈറ്റ് ആണ്. vimeo.com അതാണ് ശരിയായ ഉത്തരം. ഓൺ വാട്ട് ബേസിസ് ഈസ് ഈച്ച് റെക്കോർഡ് ഐഡന്റിഫൈഡ് ഇൻ എ ഡാറ്റാബേസ്? ഒരു ഡാറ്റാബേസിൽ റെക്കോർഡുകൾ പരസ്പരം തിരിച്ചറിയുന്നത് ക്വറി, റിപ്പോർട്ട്, കീ ഫ്രെയിം, പ്രൈമറി കീ, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ശരിയായ ഉത്തരം നമ്മൾ കൊടുക്കുന്ന പ്രൈമറി കീ ആണ് ശരിയായ ഉത്തരം. Every website has IP addresses. These are not easy to remember. To avoid the difficulty, they are often changed to symbol names. By what name is it known? Hub, switch, internet, domain name. ഹബ്ബ് കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. സ്വിച്ചും അത് തന്നെയാണ് മറ്റൊരു പേര്. ഇന്റർനെറ്റ് എന്നത് ഒരു കണക്ഷൻ സംവിധാനമാണ്. ഡൊമൈൻ നെയിമാണ് ശരിയായ ഉത്തരം. അതായത് 1 2 3 4 5 6 7 8 എന്നുള്ള ഒരു വെബ്സൈറ്റ് അഡ്രസ്സിനെ നമുക്ക് www.vipinmahatma.com എന്നൊരു വെബ്സൈറ്റ് ആയിട്ട് മാറ്റാൻ ഉപയോഗിക്കുന്ന സംവിധാനം. An image is drawn using the rectangle tool in an animation created in Cinefix Studio. Which of the following tool is suitable for giving suitable color to the image? ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ഫിൽ ടൂള്, ഗ്രേഡിയന്റ് ടൂള്, ട്രാൻസ്ഫർ ടൂള്, സർക്കിൾ ടൂൾ. ഉത്തരം ഫിൽ ടൂൾ ആണ്. ഗ്രേഡിയന്റ് ടൂള് രണ്ട് കളറുകളെ മിക്സ് ചെയ്യുന്നതിനുള്ളതാണ്. ട്രാൻസ്ഫർ ടൂള് ഒരു ഫയലിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്, മൂവ് ചെയ്യുന്നതിനുള്ളതാണ്. സർക്കിൾ ടൂള് വൃത്തം വരയ്ക്കുന്നതിനുള്ള ടൂളാണ്. ഉത്തരം ഫിൽ ടൂൾ ആണ്.
When to enable edit animate mode on Cinefix Studio. When varying the position of the object in keyframes, when drawing the squares, while drawing the circles, when adding images. Options കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. When varying the position of the object in keyframes. അപ്പോൾ കീഫ്രെയിംസിലുള്ള ഒബ്ജക്റ്റിനെ മാറ്റുമ്പോൾ എഡിറ്റ് അനിമേറ്റ് മോഡ് ഓൺ ആയാൽ മാത്രമേ അനിമേഷൻ വർക്ക് ചെയ്യൂ. Below is a square drawn in Inkscape. Which facility in the fill and stroke window should be used to add? The width of this green area, അതായത് അവിടെ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്, യെല്ലോ നിറത്തിലുള്ള സ്ക്വയറും അതിന്റെ ബോർഡർ ആയിട്ട് ഗ്രീൻ കളറും വരച്ചിട്ടുണ്ട്. അവിടെ ബോർഡറിന് കളർ കൊടുത്തിരിക്കുന്നത് സ്ട്രോക്ക് സ്റ്റൈലിലാണ് നമുക്ക് വേണ്ടത്. എന്നാൽ യെല്ലോയ്ക്ക് കളർ കൊടുത്തിരിക്കുന്നത് ഫിൽ സ്റ്റൈലിലാണ്. ഗ്രേഡിയന്റ് ടൂൾ രണ്ട് കളർ മിക്സ് ചെയ്യാനാണ്, ട്രാൻസ്ഫോം ടൂൾ അത് മൂവ് ചെയ്യുന്നതിനുള്ളതാണ്. അപ്പൊ ഉത്തരം സ്ട്രോക്ക് സ്റ്റൈലാണ്. When trying to change the position of an image prepared in Inkscape software, only some objects change. Which of the following technique is used to keep all the objects together? Object group, object fill, object transform, path union. അതിൽ ഒബ്ജക്ട് ഫില്ല്, ഒബ്ജക്ട് ട്രാൻസ്ഫോം എന്ന് പറയുന്ന 2-3 ഓപ്ഷനുകൾ തെറ്റായ ഓപ്ഷനുകളാണ്. പാത്ത് യൂണിയൻ എല്ലാ ഒബ്ജക്റ്റുകളെയും ചേർത്തുകൊണ്ട് ഒറ്റ ഒബ്ജക്റ്റ് ആക്കി മാറ്റുന്നതിനും, ഒബ്ജക്ട് ഗ്രൂപ്പ് എന്നത് ഒബ്ജക്റ്റുകളെ ചേർത്ത് ഒരു കൂട്ടമാക്കി നിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. സോ ദ ആൻസർ ഈസ് ഒബ്ജക്ട് ഗ്രൂപ്പ്. ചാൾസ് ബാബേജ് ട്രൈഡ് ടു ബിൽഡ്, later become known as the first form of computer. What is the name of this device? Analytical engine, Ubuntu, Linux, Unix. Here Ubuntu, Linux, Unix ഇവയെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. ഉത്തരം അനലിറ്റിക്കൽ എഞ്ചിൻ ആണ്. Which is not a network protocol? HTML, TCP, IP, SSH, SMB. ഇവിടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ HTML ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്, ഒരു വെബ് പേജ് തയ്യാറാക്കുന്നതിനുള്ള ലാംഗ്വേജ് ആണ്. അത് വെച്ച് തന്നെ നമുക്ക് ഡയറക്റ്റ് ഉത്തരത്തിലോട്ട് എത്താം. ഉത്തരം HTML ആണ്. കാരണം നെറ്റ്വർക്ക് പ്രോട്ടോകോൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. വിച്ച് ടെക്നിക് ഹെൽപ്സ് ടു ഗെറ്റ് ഓൺലി ദ ഡീറ്റെയിൽസ് ഓഫ് ടീച്ചേഴ്സ് ടീച്ചിങ് മാത്തമാറ്റിക്സ് ഫ്രം ദ ഡേറ്റാബേസ് ഓഫ് സ്കൂൾ ടീച്ചേഴ്സ് പ്രിപ്പയർഡ് ഇൻ ലിബ്രോഫീസ് ബേസ്. ലിബ്രോഫീസ് ബേസിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഡേറ്റാബേസിൽ നിന്നും മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ മാത്രം ലിസ്റ്റ് കിട്ടാൻ ക്വറീസ്, റിപ്പോർട്ട്സ്, ഫോംസ്, പ്രൈമറി കീ. അപ്പൊ നമ്മൾ ക്വറി തയ്യാറാക്കിയാൽ മാത്രമേ നമുക്ക് റിപ്പോർട്ട് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് ക്വറിയാണ് വേണ്ടത്. ആ തയ്യാറാക്കിയിരിക്കുന്ന ക്വറിയിൽ നിന്നാണ് നമുക്ക് റിപ്പോർട്ട് വേണ്ടത്. സോ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ക്വറീസ് ആണ്. Which of the following is the field type that can be used to record the author's name in the database table prepared in LibreOffice Base for a library? ഒരു ഓതറിന്റെ നെയിം, അതായത് ഒരു ലൈബ്രറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റാബേസ് തയ്യാറാക്കുമ്പോൾ ഒരു ഓതറിന്റെ നെയിം ചേർക്കേണ്ടത് നമ്പർ അല്ല, ഡെസിമൽ അല്ല, നൺ ഓഫ് ദിസ് അല്ല. ഉത്തരം ടെക്സ്റ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് വർച്ചാർ എന്നാണ് ശരിയായ ഉത്തരം. To include a table of contents in a document created in LibreOffice Writer software, certain terms must be defined as headings. Which techniques can be used for this? എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സ്റ്റൈൽസ് ആണ് ശരിയായ ഉത്തരം. ഇൻഡെക്സ് ടേബിൾ നമുക്ക് ടേബിൾ ചേർക്കുന്നതിനുള്ള, ഇൻഡെക്സ് ടേബിൾ ചേർക്കുന്നതിനുള്ളതാണ്. ടെക്സ്റ്റ് അല്ല, ഫോണ്ട് ഫാമിലി അല്ല. ഉത്തരം സ്റ്റൈൽസ് ആണ്. The window shown in the picture is open for which operation with LibreOffice Writer? മെയിൽ മർജ് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന വിൻഡോ ആണെന്ന് നമുക്ക് ഫീൽഡ്സ് എന്ന് പറയുന്ന ഹെഡിങ് വാചകം കണ്ട് തന്നെ അറിയാം. ഉത്തരം ടു ആഡ് ഇൻഫർമേഷൻ ഫോർ മെയിൽ മർജ് എന്നാണ്. Which tool helps to change the color of object in Cinefix Studio? Cinefix Studioയിലെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ടൂൾ ഏത്? പ്രൈമറി കീ അല്ല, അനിമേറ്റ് മോഡ് അല്ല, ട്രാൻസ്ഫോം അല്ല. ഉത്തരം ഫിൽ ആണ്. Who was the first to call upon programmers around the world to replace proprietary softwares with free software? Proprietary software, കാശ് കൊടുത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾക്ക് പകരം ഫ്രീ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കാൻ വേണ്ടി പ്രോഗ്രാമേഴ്സിനെ വിളിച്ച ആള് റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ ആണ്. ലിനക്സ് ടോൾവാർഡ്സ് എന്നത് നമ്മുടെ ലിനക്സിന്റെ കെർണൽ ഉണ്ടാക്കിയ ആളാണ്. ടിം ബേർണേഴ്സ്ലി അല്ല, ചാൾസ് ബാബേജും അല്ല. ഉത്തരം റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ. Many of the operating systems we see today, such as Mac OS and FreeBSD, are either developed from this operating system or recreated based on it. From which operating system are they developed? അതായത് മാക് OS, FreeBSD അങ്ങനെയുള്ള നിരവധി സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മോഡൽ പിടിച്ചിട്ടാണ്.
അത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്? ഉത്തരം യൂണിക്സ് ആണ്. ഡാഷ് ഈസ് എ ഫ്രീ വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഇങ്ക്സ്കേപ്പ്, ജിംബ്, ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ. കോറൽ ഡ്രോ, ഫോട്ടോഷോപ്പ് ഇത് രണ്ടും പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ആണ്, അപ്പൊ അത് ഫ്രീ അല്ല. ജിംബ് എന്നത് റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഉത്തരം ഇങ്ക്സ്കേപ്പ് ആണ്. Which of the following is a tag used in HTML to define characters in a web page? വെബ് പേജിലുള്ള ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫോണ്ട് എന്ന് പറയുന്ന ടാഗ് ആണ്. Pictured is a Python program to draw a square. When I ran this, it displayed syntax error expected in an indented block. Which of the following program is correct? ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഫ്രം ടട്ടിൽ ഇമ്പോർട്ട് ഫോർ ഐൻ റേഞ്ച് 4 ഫോർവേഡ് 100 ലെഫ്റ്റ് 90. ആ ചോദ്യം നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഫ്രം ടട്ടിൽ ഇമ്പോർട്ട് ഗ്രാഫിക്സ് ജാലകം തുറക്കുന്നതിനുള്ള നിർദ്ദേശമാണ്. ഫോർ ഐൻ റേഞ്ച് 4 അതും നിർദ്ദേശം കറക്റ്റ് ആണ്. അതിനുശേഷം ഫോർവേഡ് 100 ലെഫ്റ്റ് 90 ഈ രണ്ട് നിർദ്ദേശങ്ങളും ഐ എന്ന് പറയുന്ന ആ നിർദ്ദേശം ഫോർ ഐൻ റേഞ്ചിൽ ഐയുടെ താഴെയാണ് വരേണ്ടത്. ശരിയായ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ആ ഐയുടെ താഴെ വരുന്ന ആ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. In the project report prepared by Nisha, the table of contents was included using the table of contents and index technique in LibreOffice Writer. From the table of contents, go to the page titled Conclusion. What should be done for this? Hold the Shift key and click on the title line. Hold down the Alt key and click on the title line. Hold down the Space key and click on the title line. Hold on the control CTRL or control key and click on the title line. ഇൻഡെക്സ് ടേബിൾ ചേർക്കുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു സങ്കേതമാണ് കൺട്രോൾ CTRL അഥവാ കൺട്രോൾ കീ അമർത്തിയിട്ടാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. Which is the correct format used to embed the file abc.css in the HTML page prepared for embedding the web page? പേജ് തയ്യാറാക്കുമ്പോൾ CSS ആയിട്ട് മുൻകൂട്ടി സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് അത് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള ഫയൽ എങ്ങനെയാണ് ചേർക്കേണ്ടത്? ലിങ്ക് REL is equal to style sheet type is equal to text /CSS href. Here href ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ലിങ്ക്. അത് ലിങ്ക് നൽകുന്നതിനുള്ള നിർദ്ദേശമാണ് href. അതിന് abc.css എന്ന് കറക്റ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് ആദ്യത്തെ ഓപ്ഷൻ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം hrefന് വ്യത്യസ്ത നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഉത്തരം ആദ്യത്തെ ഓപ്ഷനാണ്. Which statement is correct regarding bitmap images? Bitmap images are raster images. Bitmap images are vector images. Enlarging bitmap images increases clarity. None of this. ഉത്തരം ബിറ്റ്മാപ്പ് ഇമേജസ് റാസ്റ്റർ ഇമേജസ് ആണ്, വെക്ടർ ഇമേജസ് അല്ല. റാസ്റ്റർ ഇമേജസിനെ ബിറ്റ്മാപ്പ് ഇമേജസ് എന്നും ബിറ്റ്മാപ്പ് ഇമേജസിനെ റാസ്റ്റർ ഇമേജസ് എന്നും നമുക്ക് വിളിക്കാം. Collaborative mapping is a method of preparing maps based on information from users. Which of the following is not a collaborative map? OpenStreetMap, Google Maps, Wikimap, SunGlock Map. ഇവിടെ SunGlock മാത്രമാണ് നമുക്ക് കൊളാബറേറ്റീവ് അല്ല, അതായത് മറ്റുള്ളവരുടെ യൂസേഴ്സിന്റെ ഡേറ്റ ചെയ്യാൻ പറ്റാത്ത മാപ്പ് SunGlock ആണ്. ബാക്കിയുള്ളതെല്ലാം കൊളാബറേറ്റീവ് മാപ്പിംഗ് ടൂൾസ് ആണ്. Which of the following is the style specification for a title available in LibreOffice Writer? Heading 1, Style 1, List 1, Index 1. എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാം. ഹെഡിങ് 1 ആണ് ശരി ഉത്തരം. Below is an image of SunGlock and map window in the SunGlock software. Analyze the picture and find the correct statement from the given below. ആ മാപ്പ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം മനസ്സിലാവും. Nights are longer south of the equator. The process of arranging the page and the content of a text document in a neat manner and preparing it for printing is generally called by the name that is desktop publishing അഥവാ DTP ആണ്. ഫോർമാറ്റിംഗ്, കളറിംഗ്, ട്യൂണിംഗ് ഇതൊന്നും ശരിയായ ഉത്തരവല്ല. Which of the following is a technique used in LibreOffice Writer to copy the formatting assigned to certain part of a document to other similar parts? ഉത്തരം ക്ലോൺ ഫോർമാറ്റിംഗ് ആണ്. നമ്മുടെ ബ്രഷ് ഒക്കെ പോലെ കാണുന്ന LibreOffice Writerലെ ടൂളാണ് ക്ലോൺ ഫോർമാറ്റിംഗ്. അതാണ് ശരിയായ ഉത്തരം.